2-3 വട്ടമൊക്കെ പുള്ളി ഭരിച്ചില്ലേ, ഇനി അടുത്ത ആൾക്ക് മാറിക്കൊടുക്കുക, വേറെ ആൾക്കാർ ഭരിക്കണം. കാര്യം ഏതൊരു വ്യക്തി തന്നെ തുടർച്ചയായിട്ട് വീട്ടിൽ തന്നെ ആയാലും നമ്മുടെ അച്ഛനും അമ്മയും ഭരിക്കുന്നത് പോലെ ഇരിക്കും. മാറുന്നതാണ് നല്ലത്. കാര്യം എപ്പോഴും ഇതേക്കുമ്പോൾ അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ അഴിമതി ഉൾപ്പെടെ ഇവര് മൂടി വെക്കേണ്ടി വരും. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇനി ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നു. കരുണാകരൻ പോലും ഇത്രയായി നേരത്തെ ജീവൻ. ആൾക്കാർ പലതും പറയും, അങ്ങനെയൊന്നും അല്ല. നല്ലൊരു മനുഷ്യനാണ്. പെൻഷൻകാർക്ക് എല്ലാം കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. കൊടുത്തിട്ടില്ല. കുടിശ്ശികയുണ്ട്, ഒരുപാട് കുടിശ്ശികയുണ്ട്. അല്ലാതെ പ്രതീക്ഷിക്കാം നല്ല നല്ലതാണ്. പിണറായി സർക്കാരിന്റെ 2ാം ഭരണവും അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ ഈ കാലയളവിൽ ഒരുപാട് ആരോപണങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിൽ പോലും വൻതോതിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണോ? ഇതിനെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ആര് ഭരിച്ചാലും ഒരുപോലെ തന്നെയല്ലേ? നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്യുന്നവരെല്ലാം നല്ലത്, മോശം ചെയ്യുന്നവരെല്ലാം മോശം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് പക്ഷങ്ങളൊന്നുമില്ല. അതിപ്പോ നിങ്ങളാണ് ആവശ്യപ്പെട്ട് നിങ്ങൾ പിണറായിയുടെ കാര്യം പറയുന്നത്. ഞാൻ പിണറായി എന്നല്ല, ഇപ്പൊ 2-3 വട്ടമൊക്കെ പുള്ളി ഭരിച്ചില്ലേ, ഇനി അടുത്ത ആൾക്ക് മാറിക്കൊടുക്കുക, വേറെ ആൾക്കാർ ഭരിക്കണം. കാര്യം ഏതൊരു വ്യക്തി തന്നെ തുടർച്ചയായിട്ട് വീട്ടിൽ തന്നെ ആയാലും നമ്മുടെ അച്ഛനും അമ്മയും ഭരിക്കുന്നത് പോലെ ഇരിക്കും. മാറുന്നതാണ് നല്ലത്. കാര്യം എപ്പോഴും ഇതേക്കുമ്പോൾ അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും ഇവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ആൾക്കാരുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ അഴിമതി ഉൾപ്പെടെ ഇവര് മൂടി വെക്കേണ്ടി വരും. അപ്പം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക, അത്രേ ഉള്ളൂ സംഭവം. അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരട്ടെ, അല്ലെങ്കിൽ BJP വരട്ടെ, കുഴപ്പമില്ലല്ലോ. പോലീസ് ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? പോലീസ് ഇല്ലെങ്കിൽ ഇപ്പൊ ഇയാളുടെ കഴുത്തേ കിടക്കുന്ന മാലയും കൊണ്ട് വേറെ ആമ്പിള്ളേർ പോകത്തില്ല. ഇയാൾക്ക് സ്വസ്ഥമായിട്ട് നമ്മൾ നടക്കാൻ പറ്റും. ഇവിടെ പോലീസിനെ കുറ്റം പറയാൻ പാടില്ല. പോലീസ് മർദ്ദിക്കുന്നതല്ല, പോലീസിന്റെ മർദ്ദനം വേണം. നമ്മളെ അധ്യാപകന്മാര് ചെറിയൊരു ചൂരലും എടുത്തിട്ട് നിൽക്കുന്നത് എന്തിനാ? നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പോലീസ് ഇല്ലെങ്കിൽ ഇവിടെ ക്രമസമാധാനം പോയി. അപ്പൊ അതന്നെ അങ്ങനെ പറയുന്നത്. അത് പോലീസ് വേണം, പട്ടാളം വേണം, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വേണം, എല്ലാം ഭംഗിയായിട്ട് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുവാ? അപ്പം ഒരിക്കലും ഒരാൾ ഇപ്പൊ താങ്കളൊരു തെറ്റ് കാണിച്ചെന്ന് പറഞ്ഞാൽ താങ്കളെ ഞാനങ്ങ് മോശമാക്കാൻ പറ്റുമോ? പെൺവർഗത്തെ മൊത്തം മോശമാക്കാൻ പറ്റുമോ? അല്ലെ ആൺവർഗത്തെ? അതിലും ചില ക്രിമിനൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് കാണിക്കുന്നതിന് ഒരു സേനയെ കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അത് വളരെ മോശം ഇടപാടാണ്. പ്രത്യേകിച്ച് ഡെമോക്രസി ഉള്ള ഒരു കൺട്രി അല്ലേ. അപ്പൊ ജനങ്ങൾക്കല്ലേ പ്രാതിനിധ്യം വരും. അങ്ങനെ ഉള്ളൂ. ജയിക്കും, വീണ്ടും വരും. നല്ല ഭരണവും ഒന്നുമില്ല. ആൾക്കാർ പലതും പറയും, അങ്ങനെയൊന്നും അല്ല. നല്ലൊരു മനുഷ്യനാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. വിശ്വസിക്കൂല. ഞാൻ പാർട്ടിക്കാരിയാണ്. ഭരണം ഇപ്പൊ ഇവിടെ പിണറായി സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ സർക്കാരിന്റെ ഭരണം ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നത്? നല്ല രീതിയിൽ പറയാനും പറ്റില്ല. എല്ലാം DA എല്ലാം കൊടുത്തേക്ക് കുഴപ്പമില്ല. പെൻഷൻകാർക്ക് എല്ലാം കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. കൊടുത്തിട്ടില്ല. കുടിശ്ശികയുണ്ട്, ഒരുപാട് കുടിശ്ശികയുണ്ട്. എന്നാണ് പ്രതീക്ഷിക്കാം നല്ല ഭരണമല്ലാണ്. ഇനിയിപ്പോ പിണറായി ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഇനി ഇറങ്ങുന്ന മുമ്പ് കുടിശ്ശികളെല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പിന്നെ എല്ലാവരും വോട്ടിട്ട് കൊടുക്കും. വീണ്ടും ഭരണത്തിൽ വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ തോന്നല്. ഭരണം കണ്ടിട്ട് നമുക്ക് പൊതുവെ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേ ഭരിക്കുന്നത് അല്ലേ. പാവപ്പെട്ടവരുടെ പൈസ ഇപ്പോഴല്ലേ കൊടുത്തു തുടങ്ങിയുള്ളൂ. 2-3 മാസത്തേക്ക് ഒന്നിച്ചും കൊടുത്തു തുടങ്ങി. ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ടല്ലോ, അതായത് പോലീസ് മർദ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. മൗനം പാലിച്ചിരിക്കുന്നത് അയാൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. അതുകൊണ്ട് മൗനം പാലിച്ചിരിക്കുന്നു. വല്ല മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് മൗനം പാലിച്ചിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട പെൻഷൻ പദ്ധതി കൊടുക്കേണ്ട ഇതുവരെ കൊടുത്തിട്ടുമില്ല. അത് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് അതിരിക്കുന്നത്. DA കിട്ടിയ കുടിശ്ശികയും കിട്ടണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തും ചെയ്യാമെന്ന് നമ്മൾ നടക്കുമ്പോഴത്തേക്ക് അതാര് തരുന്നില്ല. ഇനി തന്നാലെങ്കിലും കൊള്ളാം. പിണറായി സർക്കാർ ഭരിക്കണമെങ്കിൽ ഒന്നും പറയാനില്ല. ഉമ്മൻചാണ്ടി ഇരുന്ന സർക്കാർ പോലെ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നു.
പെൻഷനൊക്കെ കുടിശ്ശികയായിട്ടാണോ കിട്ടിയിട്ടുണ്ടോ? ഒരു ട്രിപ്പുമില്ല. ഒന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ പറച്ചില്ലേ പറഞ്ഞില്ലേ ഉള്ളൂ. ഞാൻ KCB-യിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പറച്ചില്ലേ പറഞ്ഞില്ലേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ കേരളത്തിരുന്നതിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി. അതില് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഇനി ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നു. കരുണാകരൻ പോലും ഇത്രയായിട്ട് പഴയ നേരത്തെ ദൈവം വിളിച്ചോണ്ട്. അതേപോലെ ഇനി ഒരുത്തരും ഉണ്ടാവാൻ, ഇതൊക്കെ ചക്രങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള മുഖ്യമന്ത്രിമാർ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞ അങ്ങനെ ഞങ്ങള് റീത്തും കൊണ്ടുപോയി ജഗതിയില് ഒരു പണി തീരാത്ത വീട് കഷ്ടം തോന്നും. ഇന്നും അതങ്ങനെ കിടക്കേ. അതേപോലെ ഇനി ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഉണ്ടാവാം, കേരളത്തിലുണ്ടാവും. അതിന് ഇപ്പം രമേശ് ചെന്നിത്തല വന്നിരുന്നാലും ആര് വന്നിരുന്നാലും ശരി, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവര്. അല്ല, VS അച്യുതാനന്ദനാണെങ്കിലോ? VS ഒക്കെ അവരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സമരം ചെയ്യാനും ഭീകര വിളിക്കാനും ഒക്കെ VS അച്യുതാനന്ദൻ. പക്ഷെ നയനാര് നല്ല രീതിയിൽ ഭരിച്ചു. അത് നയനാര് കഴിഞ്ഞാൽ UDF-ല് വന്നിട്ട് ഉമ്മൻചാണ്ടി. അതേപോലെ ഇനി ഒരു വ്യക്തിയെ കേരളത്തിൽ ഉണ്ടാവും. നല്ലൊരു മനുഷ്യനെ ദൈവം നേരത്തെ വിളിക്കുന്നു. നല്ല ഭരണം എങ്ങനെയുണ്ട്? അങ്കിൾ അതിൽ സംതൃപ്തനാണോ? അല്ലല്ല, അല്ല, എന്തുകൊണ്ടാ? ആ ഭരണം ശരിയല്ല, ശരിയല്ല. അഴിമതികളൊക്കെ ഉണ്ടോ? അഴിമതിയുണ്ട്, ഇഷ്ടംപോലെ അഴിമതിയുണ്ട്. അങ്കിൾ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് ഈ സർക്കാർ ഇനി മാറി വരുമോ? ഈ സർക്കാർ മാറി വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ മാറി വരാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. അത്രമാത്രം കടം കയറ്റിയിട്ടൊക്കെയാണ്. ഈ വെള്ളപ്പൊക്കത്തിനും അതിനും ഇതിനൊക്കെ പിരിച്ചു പറിക്കിയ പൈസകളും ആർക്കും കൊടുത്തിട്ടില്ല. ഈ ഉരുളുപൊട്ടലിനൊക്കെ പിരിച്ചു പറിക്കിയ പൈസകളും ആർക്കും കൊടുത്തിട്ടില്ല. അങ്കിൾ ഇതിൽ സംതൃപ്തനല്ല? അല്ല അല്ല. അടുത്തത് ഇനി ആര് വരണാണ് അങ്കിളിന്റെ ആഗ്രഹം അടുത്ത ഇലക്ഷന്? അടുത്ത് ഭരണം മാറി മാറി വരണം. ഇത് തുടർ ഭരണം ആയതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ അഴിമതി വരണത്. ഇപ്പോഴേ തന്നെ പോലീസ് മർദ്ദനം തന്നെ കണ്ടില്ലേ? ഇപ്പൊ പോലീസും ഗുണ്ടയായിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ടോ? എങ്ങനെ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. മോശം ഭരണമാണ്. മോശം ഭരണം ലോട്ടറി ടിക്കറ്റ് കച്ചവടമാണ്. നമുക്ക് ലോട്ടറിയിൽ പ്രൈസ് പോലും അടിക്കണം. ഒരു 100 രൂപ പ്രൈസ് അടിച്ചിട്ട് 6 മാസം. വില കൂട്ടിയെന്നൊക്കെ പറയുന്നു. 40 രൂപ ടിക്കറ്റ് 50 രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ പ്രൈസ് പോലും പറഞ്ഞില്ല. അതെ, ബുദ്ധിമുട്ട്. നമ്മള് ലോട്ടറി ക്ഷാമം ചെയ്തിട്ട് കൃത്യമായിട്ട് പൈസ അടച്ചുകൊണ്ട് നമുക്ക് ബോണസും തന്നില്ല. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ആരെങ്കിലും ഭരിക്കട്ടെ. അതെ, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? അത് തന്നെ. നമുക്ക് ഓണത്തിന് ബോണസ് കിട്ടാനുള്ളവരെ തന്നില്ല. അതെ, അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അഴിമതിയൊക്കെ ചെയ്യുന്നുണ്ടോ? അഴിമതി ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ കാണാത്ത പറയാൻ പാടില്ല. പോലീസ് മർദ്ദനമൊക്കെ ഉണ്ടല്ലോ. പോലീസ് മർദ്ദനമൊക്കെ ഇപ്പൊ വിഷയങ്ങളായിട്ടിരിക്കുവാണല്ലോ. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതെ, കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഭരണം? അങ്ങനെ പറയാൻ നമ്മളാളല്ലല്ലോ. അതായത് ഇപ്പൊ അഴിമതി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ? അത് ടിവിയിലൊക്കെ ചർച്ച നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലല്ലോ, നേരിട്ടൊന്നും കാണുന്നില്ലല്ലോ. നമുക്കതിനെ പറ്റി അറിയില്ല. വാർത്തയിലൊക്കെ പറയണത് നമ്മൾ എന്ന ന്യൂസിൽ കാണുന്നുണ്ട്, അല്ലാതെ നമുക്കൊന്നും അറിയില്ല.